ഡിസംബർ 31 വിശുദ്ധ സിൽവസ്റ്റർ. ഏകദേശം 250 റോമിലാണ് വിശുദ്ധ സിൽവസ്റ്റർ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മതത്തിൻ്റെയും വിശുദ്ധ സാഹിത്യത്തിൻ്റെയും പ്രയോഗത്തിൽ രൂപീകരിക്കാൻ സിൽവസ്റ്റർ ഒരു പുരോഹിതൻ്റെ സംരക്ഷണയിലായിരുന്നു. നഗരത്തിലൂടെ കടന്നുപോകുന്ന ക്രിസ്ത്യാനികൾക്ക് അഭയം നൽകുന്നതിൽ അദ്ദേഹം ആസ്വദിച്ചു. അവരെ തന്നോടൊപ്പം കൊണ്ടുപോകുകയും അവരുടെ പാദങ്ങൾ കഴുകുകയും മേശയിൽ സേവിക്കുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്കാവശ്യമായ എല്ലാ പരിചരണവും നൽകുകയും ചെയ്തു. സിൽവസ്റ്റർ ആതിഥേയത്വം വഹിച്ച ക്രിസ്ത്യാനികളിൽ ഒരാളാണ് അന്ത്യോക്യയിലെ തിമോത്തി, വിശ്വാസത്തിൻ്റെ വിശിഷ്ട കുമ്പസാരക്കാരൻ. റോമിലെത്തിയപ്പോൾ ആരും അവനെ സ്വീകരിക്കാൻ ധൈര്യപ്പെട്ടില്ല. പക്ഷേ സിൽവസ്റ്റർ അത് ഒരു ബഹുമതിയായി കണക്കാക്കി. 1 വർഷത്തോളം തിമോത്തി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വളരെ തീക്ഷ്ണതയോടെ പ്രസംഗിച്ചു. സിൽവസ്റ്റർ നിസ്വാർത്ഥമായി സ്വന്തം വീട് പങ്കിട്ടു. തിമോത്തി ഒരു രക്തസാക്ഷിയായി മരിച്ചതിന് ശേഷം സിൽവസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തു. എന്നാൽ രക്തസാക്ഷിയുടെ നിധികൾ ഒളിപ്പിച്ചു എന്ന് ആരോപിച്ച് ഗവർണർ അദ്ദേഹത്തെ ജയിലിലടച്ചു. ആരോപണത്തിന് മറുപടിയായി സിൽവസ്റ്റർ പറഞ്ഞു, തിമോത്തി എനിക്ക് തൻ്റെ വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പൈതൃകം മാത്രം വിട്ടുകൊടുത്തു. ഗവർണർ ഒരു ദിവസം മത്സ്യ അസ്ഥി വിഴുങ്ങി മരിച്ചപ്പോൾ കാവൽക്കാരുടെ ഹൃദയം മൃദുവായി. അവർ ധീരനായ യുവാവിനെ മോചിപ്പിച്ചു. സിൽവസ്റ്ററിൻ്റെ ധീരമായ പ്രവൃത്തികൾ പോപ്പ് മെൽക്കിയാഡസിനെ അറിയാമായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തെ ഡയക്കോണറ്റിലേക്ക് ഉയർത്തി. ഡയോക്ലീഷ്യൻ്റെ സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ സിൽവസ്റ്റർ യുവ പുരോഹിതനായിരിക്കെ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനം കൂടുതൽ വഷളായി. വിദേശത്തേക്ക് പോയ മിക്ക ക്രിസ്ത്യാനികളും വിശ്വാസത്യാഗം അല്ലെങ്കിൽ മരണത്തിൻ്റെ ബദലുമായി യാഗം അർപ്പിക്കാൻ പരീക്ഷിക്കപ്പെട്ടു. ഈ പ്രയാസകരമായ സമയത്ത് സിൽവസ്റ്റർ കുമ്പസാരക്കാരെയും രക്തസാക്ഷികളെയും ശക്തിപ്പെടുത്തി. ദൈവം അവൻ്റെ ജീവൻ പല അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ചു. 314 സിൽവസ്റ്റർ മാർപ്പാപ്പയായി. മെക്കിയാഡസ് മാർപ്പാപ്പയുടെ മരണശേഷം 335 വരെ ഭരിച്ചു. നൈസിയ കൗൺസിൽ, കോൺസ്റ്റന്റൈൻ മാമോദീസ, സഭയുടെ വിജയം എന്നിവയ്ക്കായി അദ്ദേഹം പ്രത്യേകമായി ഓർമ്മിക്കപ്പെടുന്നു. കുഷ്ഠരോഗം ബാധിച്ച കോൺസ്റ്റന്റൈൻ ഉൾപ്പെടെ സിൽവസ്റ്ററിൻ്റെ പൊന്തിഫിക്കലിൽ നിന്നുള്ള അവിസ്മരണീയമായ ഒരു കഥ. അപ്പോഴും അദ്ദേഹം ഒരു പുറംജാതീയനായിരുന്നു. ക്രിസ്ത്യാനികളോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. അവരുടെ സിദ്ധാന്തം അദ്ദേഹത്തിന് പൂർണ്ണമായും അജ്ഞാതമായിരുന്നു. ഒരു രാത്രി വിശുദ്ധ പത്രോസും വിശുദ്ധ പോളും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് സിൽവസ്റ്റർ മാർപ്പാപ്പയെ വിളിക്കാൻ കൽപ്പിച്ചു. അദ്ദേഹം അവനെ മാമോദിസ നൽകി സുഖപ്പെടുത്തും. അവൻ അനുസരിച്ചു. മാർപ്പാപ്പ അവനെ സ്നാനപ്പെടുത്തി. കോൺസ്റ്റന്റൈൻ മാനസാന്തരപ്പെട്ടു. 335 വിശുദ്ധ സിൽവസ്റ്റർ മരണപ്പെട്ടു.